ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി നമ്മുടെ ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ മീൻ കോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, ഒരു കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി മുഴുവനായിട്ട് അതിൽ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ കുറച്ച് പാർന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണേ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കുരു ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുവാണേ. വെളിച്ചെണ്ണ കുറച്ച് പാർന്നാൽ മതി. ബാക്കി നമ്മൾ സാധാരണ വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുക. സാധാരണ മീനിന് നമ്മൾ കുഴച്ച് വെക്കുന്ന രീതിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വരയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ മീനിൻ്റെ വരയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലേ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് മുഴുവനായിട്ട് എല്ലാം നമ്മൾ വരയിട്ടിട്ടുള്ള എല്ലാ ഇതിൻ്റെ ഉള്ളിലേക്കും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുക്കുക. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ പാർന്നു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ തന്നെ പാർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. ഓയിലൊന്നും ഇത് എടുക്കണ്ട, നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന മാതിരി മറിച്ചിട്ടിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അധികം അങ്ങ് മുരിഞ്ഞു പോകണ്ട, ഒന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം നന്നായിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് വേവുന്ന രീതിക്ക് മാത്രം പൊരിച്ചെടുക്കുക. ബാക്കി നമ്മൾ പുതിനയോടും പിന്നെ പൊള്ളിക്കുന്ന നേരമൊക്കെ ബാക്കിയും കൂടി വേവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന മാതിരി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അപ്പുറം ഇപ്പുറം നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മറിച്ചിട്ട് കൊടുക്കുക. ഉണ്ടല്ല, ഇതുപോലെ ആകില്ല, അധികം കരിഞ്ഞു പോകണ്ട. കാരണം നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് ബാക്കിയും കൂടി നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് രണ്ട് സൈഡ് നല്ലോണം വേവിച്ചെടുക്കണേ. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണ്ട, സ്ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല സാവധാനമൊക്കെ പൊരിഞ്ഞാൽ മതിയാവേ. അപ്പോൾ ഇതെന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, എന്നാലും നമ്മൾ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ലോണം ഇതൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് നേരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അതായത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ള അതേ വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതുക്കിയതാണ്. അതായത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതുക്കിയെടുത്താൽ മതി. അതായത് നമ്മൾ പിന്നെ നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞുകൊണ്ട് ഒന്ന് ചതക്ക രീതിക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം നമ്മൾ അതേ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിന് പച്ചമണം മാറുന്ന രീതിക്ക് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 ഉള്ളിയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, അത്ര മതിയാകുക. അപ്പോൾ 1.5 ഉള്ളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളി നമ്മൾ വാട്ടിയെടുക്കണേ. അതേ ഒഴിച്ച് വേറെ വെളിച്ചെണ്ണ എക്സ്ട്രാ പാരേണ്ട ആവശ്യമൊന്നുമില്ല. അതേ വെളിച്ചെണ്ണ തന്നെ അത്ര തന്നെ നമ്മൾ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതേ വെളിച്ചെണ്ണ തന്നെ നമുക്കിതൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ലോണം വാടണേ, അത്യാവശ്യം നല്ലോണം വാടണം. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഉള്ളി പൊരിഞ്ഞു പോകാതെ നല്ലോണം വാടിക്കിട്ടും കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്താ പറയുക, ഉള്ളി പൊരിഞ്ഞു പോകില്ല, അതായത് മുരിഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് നല്ലോണം കുഴഞ്ഞ രൂപത്തിൽ തന്നെ നന്നായിട്ട് വാട്ടിക്കിട്ടേ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളിയാണ്. ഒരു തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല ചെറുതാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം വാടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാവൂ. നമ്മുടെ തക്കാളി അധികം വാടേണ്ടതല്ലല്ലോ.
അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മീൻ പൊരിക്കുന്ന വെളിച്ചെണ്ണയിൽ നമ്മൾ കറിവേപ്പില ചേർത്തുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ആ തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം. അതായത് നല്ലോണം ഉടച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളിയുടെ എന്താ പറയുക എല്ലാം നല്ല കട്ടയൊക്കെ പോയി നല്ലോണം അലിയുന്ന രീതിക്ക് വെള്ളമൊക്കെ വരുന്ന രീതിക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ മീനിലൊക്കെ അത്യാവശ്യം ചേർത്തുകൊണ്ട് നമ്മളെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ അധികമായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ മീനിലെ മസാല അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചത് കൊണ്ട് നമുക്ക് മസാലയിൽ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇത് മുപ്പിച്ചെടുക്കണം. ഈ മസാല ഒന്ന് എല്ലായിടത്തും കോട്ടാവുന്ന രീതിക്ക് നന്നായിട്ട് മുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെന്തെങ്കിലും മറക്കണം, എല്ലാം 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാവേ, അധികം ചേർത്ത് കൊടുക്കണ്ടേ. കാരണം നമ്മൾ മസാല കുത്തും, അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മസാല കെട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ്. നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കുക. മസാലയുടെ പച്ചമണക്കം മാറുന്ന രീതിക്ക് ഒന്ന് മുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ലാസ്റ്റ് ടേസ്റ്റി ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തേങ്ങാപ്പാൽ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി പാല് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം. അത് കുറച്ച് മതി, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ മാത്രം മതിയാവും. കാരണം നമ്മൾ ഒരു മീനിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മീനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. കൂടുതലാകുന്നതിനനുസരിച്ച് എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് കൂട്ടുക, എല്ലാ സാധനവും കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതെല്ലാവരും ഓരോരുത്തരും ഉപ്പിന് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. ഇതാ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലാണ്. ഇനി സെക്കൻഡ് പാലൊന്നും പാരണ്ട, വെറും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പാല് മാത്രം ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 കപ്പ് പാല് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അധികം നേരം തിളയ്ക്കാൻ വെക്കാതെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളെ മസാലയിലേക്ക് കുറുകി വരുന്ന രീതിക്ക് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഇറക്കണേ. അപ്പോൾ അധികം നേരം നമ്മളെ തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും, ചില നേരം പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം നേരം തിളയ്ക്കാനൊന്നും വെക്കുന്നില്ലേ, ഒന്ന് ജസ്റ്റ് പതച്ചതിന് ശേഷം ഒന്ന് കുറുകാൻ വേണ്ടി മാത്രം വെക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു മീനിനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള മസാലകളാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടുകയാണെങ്കിൽ കൂടുതൽ കൂട്ടി കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എണ്ണ തെളിഞ്ഞ് നിൽക്കും മേലയിൽ. അപ്പോൾ അത് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മതി. അപ്പോൾ ഇത് നമുക്കിതിനെ ഓഫാക്കി വെക്കണേ. അപ്പോൾ ഇനി നമ്മളിത് സെറ്റാക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല വാഴയിലെടുക്കുക, എന്നിട്ട് സാധാരണ നമ്മളെ വാഴയിലെടുക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് വാട്ടിയെടുക്കണേ. അല്ലാണ്ട് നമ്മളെ വാഴയില പൊതിയുന്ന സമയത്ത് കീറിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ പകുതി മസാല നമുക്ക് ലാസ്റ്റ് അതായത് മീനിൻ്റെ താഴെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം സെറ്റാക്കുന്നത്. ഇനി എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ആ മസാലയുടെ മേലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ബാക്കി മസാല മുഴുവനായിട്ടും നമ്മൾ എന്താക്കുക, മീനിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ തക്കാളിയോ അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചേർത്ത് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് വാഴയുടെ തണ്ട് കൊണ്ട് തന്നെ നമുക്കിത് കെട്ടിയെടുക്കണം. വാഴയുടെ തണ്ട് നമുക്ക് എടുക്കാമല്ലോ, വാഴയിൽ നിന്ന് കെട്ടുന്ന നൂലൊക്കെ വാഴയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വാഴയിലയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് മീൻ പൊള്ളിച്ചതിന് ഇത്ര ടേസ്റ്റ് വരുന്നത്. കാരണം വാഴയിൽ നമ്മൾ ഇലൻ്റെയൊക്കെ നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് ഇലൻ്റെയൊക്കെ നീര് നമ്മളെ മീനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മീൻ നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് മീനിൻ്റെ മസാലകളൊന്നും പുറത്ത് പോകാത്ത രീതിക്ക് വേണേ പൊള്ളിച്ചെടുക്കാൻ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണേ. മീൻ കെട്ടുന്ന സമയത്തും പൊള്ളിക്കുന്ന സമയത്തും നമുക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് വെറും 2 കറിവേപ്പിലിൻ്റെ 2 കൊന്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം വേണമെങ്കിൽ അതും കട്ടാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇത് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്, നന്നായിട്ട് കവർ ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആറ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള അതേ മസാലകൾ, എക്സ്ട്രാ മസാലകളൊന്നും ഇതിലേക്ക് വേണ്ട. പിന്നെ അധികം മടിയൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മടി വിചാരിക്കേണ്ട, അത്ര ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഇതുപോലെ നിങ്ങൾ ഏത് മീനിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അത് ആവോലിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനിലേക്ക് നിങ്ങളത് ചെയ്തെടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുക. അപ്പോൾ ഞാനിത് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെക്കുക, ഒരു ഇരുമ്പിൻ്റെ ഒരു പത്തിരിക്കല്ല് പോലത്തെ ഒരു പാന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണേ. കാരണം നമ്മൾ വാട്ടുന്ന സമയത്ത് ഇലയിലേക്ക് വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്, നല്ലൊരു ടേസ്റ്റ് വരിക മീൻ പൊള്ളിച്ചതിന്. ഇതിന് നന്നായിട്ട് ചൂടായതിന് ശേഷം അപ്പുറം ഇപ്പുറം മറച്ചിട്ടിട്ട് പൊള്ളിച്ചെടുക്കണേ. അപ്പുറം ഇപ്പുറം മറച്ചിട്ട് കൊടുക്കണേ. ഇത് കുറച്ച് ഒരു അരമണിക്കൂർ ഒരു ഭാഗം വെച്ചതിന് ശേഷം മറ്റേ ഭാഗം അരമണിക്കൂർ മറ്റേതും വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മളെ മീനിൻ്റെ റെസിപ്പി ഇത്ര ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി പൊള്ളിച്ച മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതിയേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാനും വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.